നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും മൂവി കാണുന്നവരായിരിക്കാം. അപ്പോൾ ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു മൂവി ടിക്കറ്റ് എടുക്കാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ATM കാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെയുള്ള കാർഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ പുറകിൽ കുറേ റെഡീം പോയിൻറ്റ്സ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഒരു പോയിൻറ്റ്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നും ആ ഒരു പോയിൻറ്റ്സ് വെച്ച് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബുക്ക് മൈ ഷോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങളും അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഞാൻ മുറ എന്ന് പറഞ്ഞൊരു മൂവിയിൽ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഏതെങ്കിലും മൂവി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മുറയിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുറ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബുക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ 21 നവംബറിലാണ് ഞാൻ ബുക്ക് ചെയ്യാൻ പോകുന്നത്. 2 മണിയുടെ ഷോ ആണ്. അടിമാലി എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. അപ്പോൾ ഇത്ര സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ടോട്ടലായിട്ട് 3 ടിക്കറ്റാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. ടോട്ടലായിട്ട് 450 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 450 രൂപ ടിക്കറ്റിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺവീനിയൻസ് ഫീസ് 77 കൂടെ കൂട്ടി ടോട്ടലായിട്ട് 527 രൂപയാണ് പേ ചെയ്യേണ്ടത്. കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് താഴെ റിഡീം പോയിൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഏതാണോ നമ്മുടെ ATM കാർഡ്, SBIയുടെ ആണെങ്കിൽ SBI സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ല ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആണെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെബിറ്റ് കാർഡ് എടുത്ത് കൊടുക്കുക. അതല്ല കാനറ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഒരുപാട് ലിസ്റ്റുണ്ട്. അപ്പോൾ ഞാനിവിടെ SBIയുടെ ഡെബിറ്റ് കാർഡാണ് എൻ്റെ കയ്യിലുള്ളത്. സദാ ATM കാർഡാണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ റിവാർഡ് പോയിൻറ്റ്സ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മളോട് 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ATM കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അത് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ATM കാർഡിൻ്റെ അവസാനത്തെ 4 അക്കം, അത് ഡെബിറ്റ് കാർഡാണെങ്കിലും ക്രെഡിറ്റ് കാർഡാണെങ്കിലും അവസാനത്തെ 4 അക്കം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ബാലൻസ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ 403 രൂപ എനിക്ക് റിവാർഡ് പോയിൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. റിവാർഡ് പോയിൻ്റ് അല്ല, എക്സാക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പം 403 രൂപ നമ്മൾ അടയ്ക്കേണ്ട. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ബുക്ക് റെഡീം എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP കൂടെ എൻ്റർ ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ കണ്ടോ 403 രൂപ കുറഞ്ഞിട്ട് 527 നിന്ന് 124 രൂപയാണ് എനിക്ക് പേ ചെയ്യേണ്ടുള്ളൂ ഈ 3 ടിക്കറ്റിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ, അതല്ല കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് കൊടുത്താണെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര 124 രൂപ പേ ചെയ്തതിന് ശേഷം ഇവിടെ സക്സസ്ഫുള്ളായിട്ട് 3 ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടലായിട്ട് 527 120 രൂപ സംതിങ് ആണ് ഞാൻ അടച്ചത്. ബാക്കി 400 രൂപ സംതിങ് എനിക്ക് റിവാർഡ് പോയിൻ്റ് ആയിട്ട് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളും വിനിയോഗിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് ഒരുപാട് പോയിൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.